എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് എന്നത് അനിശ്ചിതത്വങ്ങളുടെ കളിയാണെന്ന് പറയാറുണ്ട്. എന്നാൽ ഇന്ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് ഈ കളി കേവലം ജയപരാജയങ്ങളുടേതു മാത്രമല്ല, മറിച്ച് വലിയ ഹൃദയങ്ങളുടെയും പരസ്പര ബഹുമാനത്തിന്റെയും കൂടി വേദിയാണെന്ന് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒന്നായിരുന്നു. IPL 2026 ചരിത്രപരവും രോമാഞ്ചജനകവുമായ ഈ പോരാട്ടത്തിൽ റണ്ണുകളുടെ ഒരു വൻ പ്രവാഹം തന്നെ നാം കണ്ടു. റെക്കോർഡുകളുടെ പെരുമഴ പെയ്തിറങ്ങിയ ഈ മത്സരത്തിന്റെ അവസാനത്തിൽ കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണുകളെ ഈറനണിയിച്ച ഒരു അവിസ്മരണീയ നിമിഷം പിറന്നു. ഡൽഹി ക്യാപിറ്റൽസിന്റെ സൂപ്പർ താരം KL രാഹുൽ നേടിയത് ലോകം നൂറ്റാണ്ടുകളോളം ഓർമ്മിക്കുന്ന 152 റൺസിന്റെ ഇതിഹാസതുല്യമായ ഇന്നിംഗ്സാണ്. എന്നാൽ മറുഭാഗത്ത് പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 265 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യം പിന്തുടർന്ന് തന്റെ ടീമിന് ഒരു അത്ഭുത വിജയം സമ്മാനിച്ചു. മത്സരം അവസാനിക്കുകയും സമ്മാനദാന ചടങ്ങ് ആരംഭിക്കുകയും ചെയ്തപ്പോൾ IPL ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒന്നാണ് അവിടെ സംഭവിച്ചത്. ഔദ്യോഗികമായി പ്രസന്റേഷൻ ചടങ്ങ് ആരംഭിച്ചപ്പോൾ ഡൽഹിയിലെ സ്റ്റേഡിയം മുഴുവൻ KL രാഹുൽ എന്ന ഒറ്റ പേരിൽ പ്രകമ്പനം കൊള്ളുകയായിരുന്നു. ആ രാത്രി കേവലം 67 പന്തിൽ 152 റൺസ് നേടി രാഹുൽ പുറത്തെടുത്ത അവിശ്വസനീയവും അപരാജിതവുമായ ഇന്നിംഗ്സ് ക്രിക്കറ്റിന്റെ സകല വ്യാകരണങ്ങളെയും തിരുത്തിക്കുറിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ടീമായ ഡൽഹി ക്യാപിറ്റൽസിന് തോൽവി നേരിടേണ്ടി വന്നെങ്കിലും ആ വ്യക്തിഗത പ്രകടനത്തിന്റെ ബൃഹത്തായ വ്യാപ്തി കണക്കിലെടുത്ത് സെലക്ടർമാർ ഔദ്യോഗികമായി അദ്ദേഹത്തെ തന്നെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തു. ഭാരമുള്ള കാൽവയ്പുകളോടെ തന്റെ അവാർഡ് വാങ്ങാൻ വേദിയിലെത്തിയ രാഹുലിന്റെ മുഖത്ത് കൃത്രിമമായ ഒരു പുഞ്ചിരി പോലും ഉണ്ടായിരുന്നില്ല. പകരം ആഴമുള്ള ഒരു മാനുഷിക വേദനയും തോൽവിയുടെ നിരാശയും അവിടെ വ്യക്തമായിരുന്നു. മൈക്രോഫോൺ കയ്യിലെടുത്ത നിമിഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ട് സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമാവുകയും ലോകം അമ്പരകയും ചെയ്തു. വളരെ വികാരഭരിതനായി രാഹുൽ പറഞ്ഞു, "ഇന്നേ അവാർഡ് സ്വീകരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ക്രിക്കറ്റ് എന്നത് ഒരിക്കലും ഒരു വ്യക്തിഗത നേട്ടമല്ലെന്നും മറിച്ചതൊരു ടീം ഗെയിമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അവസാനം ടീമിന്റെ വിജയം മാത്രമാണ് ഏറ്റവും പ്രധാനം. ഇന്ന് എത്രത്തോളം കടുത്ത സമ്മർദ്ദത്തിലാണ് ശ്രേയസ് അയ്യർ തന്റെ ടീമിനെ നയിച്ചതെന്നും 265 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യം പിന്തുടർന്ന് 71 റൺസിന്റെ അപരാജിത മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കാഴ്ചവെച്ചതെന്നും നമ്മൾ കണ്ടു. എന്റെ കണ്ണിൽ ഈ ബഹുമതിയുടെ യഥാർത്ഥവും ഏകവുമായ അവകാശി അദ്ദേഹം മാത്രമാണ്. പൂർണ്ണ ബഹുമാനത്തോടെ എന്റെ ഈ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ഞാൻ ശ്രേയസിന് സമർപ്പിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ഇന്നെന്റെ വ്യക്തിഗത ഇന്നിംഗ്സിനേക്കാൾ വളരെ വലുതും ഉന്നതവുമായിരുന്നു." രാഹുലിന്റെ അഭൂതപൂർവവും മഹത്തായവും ഈ നീക്കം അവിടെയുണ്ടായിരുന്ന ഓരോ ഉദ്യോഗസ്ഥനെയും ആരാധകനെയും അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാക്കി. 152 റൺസ് നേടി തോറ്റൊരു താരം തന്റെ മഹാമനസ്കതയാൽ ഇത്രയും വലിയൊരു മാതൃക സൃഷ്ടിക്കുന്നത് ക്രിക്കറ്റ് ലോകം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാകില്ല. KL രാഹുൽ ആ കിളങ്ങുന്ന ട്രോഫി ശ്രേയസ് അയ്യർക്ക് നേരെ നീട്ടിയപ്പോൾ സ്റ്റേഡിയത്തിന്റെ ഓരോ കോണിലും നിറഞ്ഞ കയ്യടിപ്പുകളും സ്റ്റാൻഡിംഗ് ഒവേഷനും മുഴങ്ങിക്കേട്ടു. എതിർ ടീം ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ പോലും രാഹുലിന്റെ ഈ നിസ്വാർത്ഥമായ പ്രവൃത്തി കണ്ട് തികച്ചും വികാരാധീനനും ആശ്ചര്യഭരിതനും കാണപ്പെട്ടു. തന്റെ സഹതാരത്തോടുള്ള അഗാധമായ ബഹുമാനം ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവാർഡ് ഏറ്റെടുത്ത ശേഷം ശ്രേയസ് നൽകിയ മറുപടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഒരു പുതിയ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. തൊണ്ടയിടറിക്കൊണ്ട് വളരെ വികാരഭരിതനായി അയ്യർ പറഞ്ഞു, "രാഹുൽ ഭായ്, ഇന്ന് താങ്കൾ ഗ്രൗണ്ടിന് പുറത്ത് കാണിച്ച് ഈ മഹാമനസ്കത ഒരുപക്ഷേ ഈ ലോകത്ത് മറ്റാർക്കും കാണിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഗ്രൗണ്ടിനുള്ളിൽ 152 റൺസ് നേടി താങ്കൾ ലോകത്തിലെ വലിയ റെക്കോർഡുകളെല്ലാം തകർത്തു. എന്നാൽ മത്സരം അവസാനിച്ച ശേഷം ഈ വിലപ്പെട്ട അവാർഡ് എനിക്ക് കൈമാറിയതിലൂടെ താങ്കൾ എന്റെയും കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുടെയും ഹൃദയം എന്നേക്കുമായി കീഴടക്കിയിരിക്കുന്നു. ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എനിക്ക് പറയാൻ കഴിയും, താങ്കളുടെ ആ 152 റൺസിന്റെ ഇന്നിംഗ്സ് തന്നെയായിരുന്നു ഇന്നത്തെ ഈ മുഴുവൻ മത്സരത്തിലെയും ഏറ്റവും മികച്ചതും അവിസ്മരണീയവുമായ ഇന്നിംഗ്സ്. സാങ്കേതികമായി ഞങ്ങൾ ഈ മത്സരം വിജയിച്ചിരിക്കാം, പക്ഷേ ക്രിക്കറ്റിന്റെ യഥാർത്ഥ ആത്മീയ വിജയം താങ്കളുടെ ആ നിസ്വാർത്ഥമായ ബാറ്റിംഗിലും ഈ ചിന്തയിലും ഒളിഞ്ഞിരിക്കുന്നു. തോറ്റിട്ടും ഒരു യഥാർത്ഥ വിജയിയെപ്പോലെ എങ്ങനെ തലയുയർത്തി നിൽക്കാമെന്ന് രാഹുൽ ഭായ് ഇന്ന് താങ്കൾ ലോകത്തെ പഠിപ്പിച്ചു. ഈ അവാർഡ് എനിക്ക് വെറുമൊരു ട്രോഫി മാത്രമല്ല, മറിച്ച് കളിക്കളത്തിനതിഥേയും കളിക്കാർക്കിടയിൽ നിലനിൽക്കുന്ന അഭേദ്യമായ സൗഹൃദത്തിന്റെയും അതിരുകളില്ലാത്ത ബഹുമാനത്തിന്റെയും പ്രതീകമാണ്. താങ്കൾ ശരിക്കും ഒരു റിയൽ ലെജൻഡാണ്." ശ്രേയസിന്റെ ഈ ചരിത്ര പ്രസ്താവന അദ്ദേഹം KL രാഹുലിന്റെ ബാറ്റിംഗിനൊപ്പം ആ മഹത്തായ വ്യക്തിത്വത്തിന്റെയും എത്ര വലിയ ആരാധകനായി മാറി എന്നതിന്റെ തെളിവായി മാറി. ഇത് IPL 2026 ഏറ്റവും വലുതും മഹത്തായവുമായ ചരിത്രകഥയായി മാറിക്കഴിഞ്ഞു. വേദിയിൽ വെച്ച് തന്റെ ടീമിന്റെ പോരാട്ടവീര്യത്തെ പ്രശംസിച്ചതിനൊപ്പം തന്നെ രാഹുലിന്റെ ആ ചരിത്ര ഇന്നിംഗ്സിന് മുന്നിൽ താൻ എത്രത്തോളം നിസ്സഹായനായിരുന്നുവെന്നും അയ്യർ പൂർണ്ണ സത്യസന്ധതയോടെ തുറന്നു പറഞ്ഞു. അയ്യർ അമ്പരപ്പോടെ കൂട്ടിച്ചേർത്തു, "സത്യം പറയുകയാണെങ്കിൽ രാഹുൽ ഗ്രൗണ്ടിന്റെ എല്ലാ കോണുകളിലേക്കും പ്രഹരമഴിച്ചുപോയപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായും മരവിച്ചുപോയിരുന്നു. എവിടെ ഫീൽഡർമാരെ നിർത്തണമെന്നോ ഏത് ബൌളർക്ക് പന്ത് നൽകണമെന്നോ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കാരണം വളരെ മികച്ച പന്തുകൾ പോലും രാഹുൽ അതിർത്തി കടത്തുകയായിരുന്നു. T20 ക്രിക്കറ്റിൽ 152 റൺസ് എടുക്കുക എന്നത് ഒരു തമാശയോ നിസ്സാര കാര്യവുമല്ല. അതിന് തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലുള്ള കഴിവും നിശ്ചയദാർഢ്യവും ആവശ്യമാണ്. ഇന്ന് രാഹുൽ ചെയ്തത് ഞങ്ങളെ ശരിക്കും ബാക്ക് ഫൂട്ടിലേക്ക് തള്ളിവിട്ടു." രാഹുൽ നൽകിയ ആ അവാർഡ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്ന ഒരു കാര്യം കൂടി ശ്രേയസ് അയ്യർ പറഞ്ഞു.
ഞാൻ ഈ അവാർഡ് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെങ്കിലും ഇതെന്റെ ട്രോഫി ക്യാബിനറ്റിനെ അലങ്കരിക്കുമെങ്കിലും എന്റെ ഹൃദയത്തിലും മനസ്സിലും ഇതിൽ എക്കാലവും സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുക KL രാഹുൽ എന്ന പേര് തന്നെയായിരിക്കും. ഈ നിമിഷം എന്റെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും മനോഹരമായ ഓർമ്മയായി എനിക്കൊപ്പമുണ്ടാകും. തോറ്റ ഒരു ക്യാപ്റ്റൻ തന്റെ വ്യക്തിഗത വേദന മറന്ന വിജയ് ക്യാപ്റ്റനെ ഇത്രയും വലുതും ചരിത്രപരവുമായ രീതിയിൽ ആദരിച്ചതെങ്ങനെയാണെന്ന് എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. രാഹുലിന്റെ ഈ മഹാമനസ്കത കളിക്കളത്തിൽ വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. ശ്രേയസിന്റെ ഹൃദയസ്പൃശിയായ ഈ വാക്കുകൾ പഞ്ചാബ് കിങ്സിന്റെ വിജയം എത്രമാത്രം വലുതും അവിശ്വസനീയവുമായിരുന്നോ അതിനേക്കാൾ എത്രയോ മുകളിലാണ് ശ്രേയസ് അയ്യരുടെ ചിന്താഗതിയും KL രാഹുലിന്റെ വിനയവുമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. ഇത് കേവലം ഒരു മത്സരത്തിന്റെ ജയപരാജയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് IPL 2026 ഏറ്റവും അവിസ്മരണീയവും വികാരഭരിതവും അഭിമാനകരവുമായ മുഹൂർത്തമായി ഇത് മാറിക്കഴിഞ്ഞു. അപ്പോൾ KL രാഹുൽ തന്റെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത അവാർഡ് എതിർ ടീം ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർക്ക് സന്തോഷമായി സമ്മാനിച്ചതും അതിനു പകരമായി ശ്രേയസ് നൽകിയ ആദരവ് നിറഞ്ഞവും വികാരഭരിതവുമായ മറുപടിയും നിങ്ങൾക്ക് എങ്ങനെ അനുഭവിച്ചു? ഈ രണ്ട് ഇതിഹാസ താരങ്ങളും ഇന്ന് മൈതാനത്തിന്റെ മധ്യത്തിൽ വെച്ച് കായിക സ്പിരിറ്റിന്റെയും പരസ്പര സാഹോദര്യത്തിന്റെയും മായ്ക്കാൻ കഴിയാത്ത പുതിയൊരു നിർവചനം രചിച്ചതായി നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സത്യസന്ധവും നിഷ്പക്ഷവുമായ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് താഴെ കമന്റ് ബോക്സിൽ ട്രൂ ലെജൻഡ്സ് അല്ലെങ്കിൽ റിസ്പെക്ട് ഫോർ രാഹുൽ എന്ന് രേഖപ്പെടുത്തി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ യഥാർത്ഥ പ്രചോദനം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.